എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ദീപക്കിന് നടന്ന ഇൻസിഡൻറ്റ്, കോഴിക്കോട് മറ്റേ ബസ്സിൽ നടന്ന ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ രാഹുൽ ഈശ്വർ മറ്റേ ശ്രീലക്ഷ്മി ഇവരൊക്കെ ചേർന്ന് ഒരു ഡിബേറ്റ് നടത്തിയിരുന്നു. ശ്രീകണ്ഠൻ നായർ ഷോയിൽ ഒരു ഡിബേറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പാണ് കാണിച്ചത്. ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് യോജിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഇവരുടെ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്. അത് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി, അതായത് ശ്രീലക്ഷ്മി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പക്ഷേ അവരുടെ പേഴ്സ്പെക്റ്റീവ് നിന്ന് അവർക്ക് പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ എനിക്കിന്നത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുണ്ട്. അതിനു മുന്നേ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. എന്താ അവർ പറയുന്നതിൻ്റെ ജസ്റ്റ് ചെറിയൊരു ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പ് നമുക്കൊന്ന് കാണാം. കാണുന്ന വീഡിയോക്കകത്ത് ഒരു സ്ഥലത്ത് പോലും ദീപക് മോശമായി പെരുമാറിയിട്ടില്ല, സംശയമില്ല. ഇതാണ് ഇവരുടെ, അതായത് ദീപകിന്റെ ടച്ച് ബാഡാന്ന് അഭിപ്രായമുള്ള ആൾക്കാർ ഇവരുടെ കൂട്ടത്തിലുണ്ടെന്നാണ് ഇവർ പറയുന്നത്, ശ്രീലക്ഷ്മി പറയുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, അതായത് ഞാൻ ആ വീഡിയോ ഇവിടെ സൈഡിൽ കാണിച്ചത്, ആ വീഡിയോയിൽ കാണുന്ന ടച്ച് ബാഡ് ടച്ച് ആണെന്ന് എങ്ങനെ മനസ്സിലായെന്ന് എനിക്കറിയാൻ പാടില്ല. അതായത് ഏതൊരു മനുഷ്യനും, അതായത് നിങ്ങൾക്ക് ഞാൻ ആ സാധനം കാണിച്ചു തരാം. അതായത് പുള്ളിക്കാരൻ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പുള്ളിക്കാരൻ ബാഗ് 2 കൈയും കൊണ്ടാണ് ആ ബാഗ് പിടിക്കുന്നത്. ഏതൊരു മനുഷ്യൻ്റെ നോർമൽ ഒരു റിഫ്ലെക്സ് ആണ്. അതായത് നമ്മൾ ഒരു ഹെവി ഒബ്ജക്റ്റ് പിടിക്കുന്ന സമയത്ത് നമ്മുടെ 2 എൽബോവും ബാക്കിലോട്ട് വരുമ്പോൾ നമ്മുടെ കൈ സ്വാഭാവികമായിട്ട് പുറയിലോട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ പുള്ളിക്കാരിക്ക് ആ ബസ്സിന് ആവശ്യത്തിന് സ്ഥലമുണ്ട്. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും, പുള്ളിക്കാരി ആ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അത് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അത്രയും സ്പേസ് ഉള്ള സ്ഥലത്ത് ഇതേപോലെ കാണി, അതായത് പുള്ളിക്കാരിക്ക് അവിടെ മോശമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പുള്ളിക്കാരി പറയണം. അതായത് ചേട്ടാ എനിക്ക് ഇങ്ങനെ ഇത് അങ്ങനെ ഒന്നെങ്കിൽ ഓപ്പണായിട്ട് പറയും. ഇപ്പം അങ്ങനെ ധൈര്യമില്ലാത്ത പെൺകുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ പോലീസിനെ 100 വിളിച്ചാൽ മതി, 100 വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഇതേപോലെ തന്നെ മോശമായിട്ട് പെരുമാറുന്നുണ്ട്, അല്ലെങ്കിൽ ഇതും പറ്റത്തില്ലെങ്കിൽ അങ്ങോട്ട് മാറി നിന്നാൽ പോരെ, അത്രയും സ്ഥലമുണ്ട്. അത് ഈ പറയുന്നത്. അപ്പോൾ ഞാൻ ഇത് കുറേ പേര് അങ്ങോട്ട് പുള്ളിക്കാരി ഷിംജിതയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതായത് ഈ ഒരു കേസിൽ, അതായത് ഈ ശ്രീലക്ഷ്മി പുള്ളിക്കാരി മറ്റേ നമ്മുടെ പണ്ടത്തെ സവാദിൻ്റെ കേസുമായിട്ട് വരുന്നുണ്ടായിരുന്നു. സവാദിന് നടന്ന ഇതേപോലത്തെ ഈ കേസ് പുള്ളിക്കാരി നിരപരാധിയാണെന്ന് കുറേ പേര് സപ്പോർട്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സവാദ് കുറ്റക്കാരനാണ്. എന്ന് വെച്ചാൽ അന്നത്തെ കേസിൽ മസ്താനി ഇതേപോലെ വീഡിയോ എടുത്ത സമയത്ത് പുള്ളിക്കാരി വ്യക്തമായി തെളിവോടെ അപ്പം തന്നെ പുള്ളിക്കാരി സ്പോട്ടിൽ പ്രതികരിച്ചു. അതുപോലെ വെല്ലായിട്ട് പുള്ളിക്കാരി വീഡിയോ എടുത്തിട്ടു. പുള്ളിക്കാരൻ അപ്പം തന്നെ ബസ് കണ്ടക്ടർ എല്ലാവരും കൂടെ വട്ടം കൂടി പിടിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പേടിച്ചിറങ്ങി ഓടി. അത് നമ്മളെ വിഷ്വൽസ് എല്ലാം നമ്മൾ കണ്ടതാണ്. അതേപോലത്തെ ആ ഇൻസിഡൻറ്റും ഈ ഇൻസിഡൻറ്റ് കമ്പയർ ചെയ്യാനേ പറ്റില്ല. എന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ മസ്താനിക്ക് നടന്ന ഒരു ജെന്യൂൻ ആയിട്ടുള്ള നടന്ന ഒരു ഇൻസിഡൻ്റാണ്. അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുള്ളിക്കാരൻ അറിഞ്ഞിട്ട് ഉണ്ടാവില്ല. അതായത് ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാൾ, ബാക്കിൽ ഇപ്പോൾ ഒരാൾ വന്ന് നിന്ന് എൻ്റെ പുറയിൽ ആരാ നിൽക്കുന്നത് നമുക്കറിയാൻ പാടില്ല. ഇതേപോലത്തെ ടച്ചസ് ബാഡ് ടച്ചസ്, ഇതേപോലെ അറിയാണ്ട് തൊട്ട ടച്ചസ് ഒക്കെ ബാഡ് ടച്ച് ആണെന്ന് പുള്ളിക്കാരിക്ക് ഫീൽ ചെയ്താൽ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു തിയേറ്ററിൽ പോലും പോകാൻ പറ്റത്തില്ലല്ലോ. അതായത് എൻ്റെ ഇപ്പോൾ അടുത്തൊരു ഓപ്പോസിറ്റ് ഒരു പെങ്കൊച്ചായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ എൻ്റെ നമ്മുടെ ഈ ഷോൾഡർ അങ്ങനെ അറിയാൻ ഇവിടെ സീറ്റ് റെസ്റ്റ് വെക്കുന്ന സമയത്ത് കൈ തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് ബാഡ് ടച്ചായി മാറുമല്ലോ. ഒരു സ്റ്റേഡിയത്തിൽ കളി കാണാൻ പോകാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനെയാണെങ്കിൽ. നമ്മൾ ഇൻറ്റൻഷനലി തൊടുന്നതൊക്കെ ബാഡ് ടച്ചാണ്. നമ്മൾ അറിയാണ്ട്, അതായത് ഇപ്പോൾ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിൽ അറിയാണ്ട് തട്ട് നമ്മളും പൊട്ടന്മാരൊന്നും, നമ്മൾ ആക്ച്വലി മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാർ. നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ, ഈ വീഡിയോ കണ്ടിട്ടാണല്ലോ എല്ലാവരും പറയുന്നത്, ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് വ്യക്തമായി മനസ്സിലാവും അതിനകത്ത് പുള്ളിക്കാരൻ ഇന്നസെൻ്റ് ആണ്, നമുക്ക് വ്യക്തമായി മനസ്സിലാവും. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതൊന്നും കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ അതിൽ പുള്ളിക്കാരൻ ഇതേപോലെ ഇപ്പം എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു 95% ആൾക്കാരും ദീപികനെ സപ്പോർട്ട് ചെയ്യുന്നത്, അപ്പോൾ ഒരു 5% ആൾക്കാർ ഇതേപോലെ ഷിംജിതയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 5%-നെ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കും. ആ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. വീഡിയോയ്ക്കകത്ത് ഏത് രീതിയിലാണ് ദീപക് മോശമായ പെരുമാറിയത് ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനൊന്നും ആ പുള്ളിക്കാരൻ പറഞ്ഞു. അതായത് ആ ഇട്ട വീഡിയോ പ്രകാരം എവിടെയാണ് മോശമായിട്ട് പെരുമാറിയത് ദീപക്? അതായത് അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു നമ്മളിവിടെ കോടതിയല്ലെന്ന് പറഞ്ഞു. ഈ കോടതിയുടെ ഈ റിമാൻഡ് പോലീസുകാർ FIR ഫയൽ ചെയ്ത് വെറുതെ അല്ല, പോലീസുകാർ FIR ഫയൽ ചെയ്ത് മറ്റേ റിമാൻഡ് റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. നോൺ ബെയിലബിൾ ഒഫൻസിലാണ് പുള്ളിക്കാരി അകത്ത് പോയത്. അപ്പോൾ കോടതി വെറുതെ അല്ല, കോടതി തന്നെ ഇത് മറ്റേ പോലീസുകാർ തന്നെ പറഞ്ഞ പുള്ളിക്കാരി പറഞ്ഞ കാര്യം തെറ്റാതെ പോലീസുകാർ തന്നെ പറയുന്നുണ്ട്. നമുക്ക് ഷിംജിതയുടെ കാര്യം ഒന്ന് എടുക്കാം. അത് പുള്ളിക്കാരി ആദ്യം തൊട്ട് പറയുന്നുണ്ട് പുള്ളിക്കാരി ഇതേപോലെ മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പുള്ളിക്കാരി എടുത്ത് പറയുന്നുണ്ട്.
രണ്ടാമത്തെ കാര്യം, പുള്ളിക്കാരി ഇതിട്ട് ചോദ്യം ചെയ്തില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഇതേപോലെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്, പിന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഞാൻ ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചെന്നും പറയുന്നുണ്ട്. അത് മറ്റേ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, പുള്ളിക്കാരി മറ്റേ ന്യൂസിലും പറയുന്നുണ്ടായിരുന്നു. അതായത് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പോലീസുകാരും വെരിഫൈ ചെയ്തു. ബാക്കിയുള്ള സ്ത്രീകൾക്കും പരാതി ഉണ്ടായിരുന്നെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ പുള്ളിക്കാരി. ഇത് പോലീസുകാർ വന്ന് വെരിഫൈ ചെയ്തപ്പോഴത്തേക്കും ബാക്കി ആർക്കും കംപ്ലൈൻ്റ് ഇല്ല. കണ്ടക്ടർ അറിഞ്ഞിട്ടില്ല, കണ്ടക്ടർ പറഞ്ഞാൽ യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതേ സമയത്ത് വെളിയിലത്തെ CCTV ഫുട്ടേജസ് ചെക്ക് ചെയ്ത സമയത്ത് ദീപക് കയറുന്ന വീഡിയോയിനകത്ത് യാതൊരു കുഴപ്പമില്ല. പുള്ളിക്കാരൻ ഡീസൻ്റായിട്ട് കയറുന്നു, ഡീസൻ്റായിട്ട് ഇറങ്ങി പോകുന്നു. ഇതുകൊണ്ട് ചുറ്റുവട്ടത്തുള്ള എല്ലാ CCTV നോക്കുന്നു. ഇതേപോലെ ഷിംജിത പറഞ്ഞ പോലെ നിർത്തി ചോദിക്കുന്ന വിഷ്വൽസ് ഒന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തതാണ്. പക്ഷേ പോയത് ഒരു പാവപ്പെട്ടവന്, പോയപ്പോൾ പാവപ്പെട്ടവന് പോയി. ഇപ്പോൾ ഒരു കാര്യം പറയാം, ആ ദീപക് ഇപ്പോൾ ആ ദീപക് പുള്ളിക്കാരൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ ചിലപ്പോൾ ജയിലിൽ പോകേണ്ട വന്നേനെ. എന്ന് വെച്ചാൽ അതാണ് ഇപ്പോൾ അവസ്ഥ. എന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ ഈ പരാതി വെച്ചിട്ട് പുള്ളിക്കാരൻ ചിലപ്പോൾ ജയിലിൽ പോകേണ്ട വന്നേനെ. ടച്ചുകൾ ഏതൊക്കെയാണ് എന്ന് എല്ലാ സ്ത്രീകൾക്കും അറിയാം. ഒരാൾ അബദ്ധവശാൽ ടച്ച് ചെയ്യുന്നതും ഇന്റൻഷനലി ടച്ച് ചെയ്യുന്നതും എന്താണെന്ന് നമുക്കറിയാം. ആ ടച്ച് ചെയ്യുമ്പോൾ ഒരു സ്ത്രീയുടെ മുഖം ഒരിക്കലും ചിരിച്ചിട്ടായിരിക്കില്ല. ഇത് ഞാൻ ചോദിക്കും, എനിക്കൊരു ചേച്ചിയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും എനിക്ക് അമ്മയുണ്ട്, എനിക്കൊരു ചേച്ചിയുണ്ട്. നമുക്കും ഇവരുടെ സ്ത്രീകളുടെയൊക്കെ ഏകദേശം പെരുമാറ്റം അറിയാം. നമുക്കൊരാൾ ഒരു ബാഡ് ടച്ച് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിയൽ ആയിട്ടൊരു ഇൻസിഡൻറ്റ് നടന്നു, ഇതേപോലത്തെ ഒരു റിയൽ ആയിട്ടൊരു ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ ശരിക്കും ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും എടുക്കുന്നത്. അത് നോർമൽ ഹ്യൂമൻ ബിഹേവിയറാണ്. അന്ന് ഇതിൻ്റെ അകത്ത് മറ്റേ പുള്ളിക്കാരി വിഷ്വൽസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരി ചിരിച്ചുകൊണ്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അതിന് യാതൊരു തർക്കമില്ല. പുള്ളിക്കാരി പറഞ്ഞ ഇതിൽ ചില കാര്യങ്ങൾ ഈ പുള്ളിക്കാരി ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നുണ്ട്. ആ ഭാഗത്ത് ഒരു തരത്തിലുള്ള ഒരു ടെൻഷനോ ഇതോ ഇല്ല. അപ്പൊ ഇതിനകത്ത് സ്ത്രീവാദികളായ പല ആൾക്കാരും പറയും, സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു സ്ത്രീകൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് വിമർശിക്കുകയും ഒരു പുരുഷന്റെ പ്രശ്നം വരുമ്പോൾ ആരും പ്രതികരിക്കാതിരിക്കുകയും, അതായത് പുരുഷ വിരോധം. അതായത് പുരുഷന്മാർ എന്ത് ചെയ്താലും അത് നല്ല കാര്യം ചെയ്താലും ഒരു നല്ല കാര്യം, പുരുഷന്മാർ തെറ്റല്ലാത്ത കാര്യം ചെയ്താലും എല്ലാം കൂടെ പുരുഷന്റെ മുകളിലോട്ട് വെക്കും. അതായത് പുരുഷന്മാരെ അങ്ങ് അറപ്പാന്ന രീതിയിലുള്ള ചില സ്ത്രീകളുടെ പെരുമാറ്റമാണത്. ഫെമിനിസം എന്ന് പറയുന്ന സാധനം, അത് ജെന്യൂനായിട്ടുള്ള ഫെമിനിസ്റ്റുകളൊക്കെ, അതായത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ആണെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇടപെടും. പുരുഷൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ ഇപ്പോൾ ജെന്യൂനായിട്ട് എന്തെങ്കിലും കേസസ് വരികയാണെങ്കിൽ അവർക്കും വേണ്ടി സപ്പോർട്ട് ചെയ്യും. അതാണ് ഒരു ജെന്യൂനായിട്ടുള്ള ഫെമിനിസം. അതായത് അല്ലാണ്ട് ഒരു സ്ത്രീ ഒരു തെറ്റ് ചെയ്തു, ഞാനൊരു ഫെമിനിസ്റ്റാണ് അതുകൊണ്ട് എനിക്ക് ആ സ്ത്രീനെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ, അതൊരു ഫെമിനിസമായിട്ട് കൂട്ടാനേ പറ്റില്ല. അത് എങ്ങനെ ഫെമിനിസം ആവുന്നേ? അതായത് ഒരു സ്ത്രീയുടെ റൈറ്റ്സ് ഇപ്പോൾ ശരിക്കും ജെന്യൂനായിട്ട് ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് നടന്നു, ആ സ്ത്രീയുടെ ജസ്റ്റിസ് ഡിനൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഫെമിനിസ്റ്റ് വന്ന് സ്പീക്ക് ചെയ്യുക, അതായത് ഞങ്ങളുടെ ഈ പെൺകൊച്ചിൻ്റെ റൈറ്റ്സിന് വേണ്ടി സ്പീക്ക് ചെയ്യുന്നത്, അതൊക്കെയാണ് ഒരു ശരിക്കുള്ള ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാണ്ട് പെണ്ണുങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും ആ പുരുഷൻ്റെ സൈഡിൽ ന്യായം ഉണ്ടായാൽ തന്നെ ഈ പെണ്ണാണ് തെറ്റുകാരിയാണെന്ന് അറിഞ്ഞിട്ട് പോലും പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കലും ഫെമിനിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അതിനെ ഭയങ്കര പുരുഷ വിരോധം എന്നാണ് പറയുന്നത്. ഭയങ്കര പുരുഷന്മാരെ കാണുന്നത് തന്നെ എന്തോ പ്രശ്നം, ആ രീതിയിലൊരു പുരുഷ വിരോധമാണ്. അത് ഫെമിനിസമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന സാധനം തന്നെ ഈക്വലായിട്ട്, അതായത് ഫീമെയിൽ ആയിക്കോട്ടെ മെൻ ആയിക്കോട്ടെ രണ്ടും ഈക്വലായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ഒരു യഥാർത്ഥ ഫെമിനിസ്റ്റ്. സ്ലോ മോഷൻ വീഡിയോ അല്ലാതെ ഒറിജിനൽ വീഡിയോ കിട്ടിയാൽ മരണപ്പെട്ടുപോയ ദീപക് നിരപരാധിയാണെന്ന് പറഞ്ഞാൽ മരണപ്പെട്ടുപോയ ദീപകിനെ തിരിച്ചു കിട്ടുമോ? ഈ അച്ഛനും അമ്മയ്ക്കും തിരിച്ചിട്ട് ഈ ചേച്ചി പറഞ്ഞ വളരെ നല്ല പോയിന്റാണ്. അത് സ്ലോ മോഷൻ അല്ലാത്ത വീഡിയോ, അതായത് ഷിംജിത ഏകദേശം 7 or 8 വീഡിയോ കണ്ടിട്ട് എടുത്തിട്ടുണ്ട്. ആ 7 or 8 വീഡിയോയിൽ കനത്ത ഏതൊരു എഡിറ്ററിൻ്റെ സഹായം പുള്ളിക്കാരി കിട്ടിയിട്ടുണ്ട്. അത് മറ്റേ ന്യൂസിലും പറയുന്നുണ്ട്, പോലീസുകാരും റിപ്പോർട്ടിലും പറയുന്നുണ്ട്, നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാവും. അതായത് പുള്ളിക്കാരിക്ക് ഒരു സഹായം കിട്ടിയിട്ടുണ്ട് എഡിറ്റിങ്ങിൽ. അതായത് ഭയങ്കരമായിട്ട് മറ്റേ പുള്ളിക്കാരൻ അങ്ങോട്ട് വരുന്ന സ്ഥലം മാത്രം ഭയങ്കര സ്ലോ മോഷനിൽ ഇടുന്ന ടൈപ്പ് രീതിയിൽ കുറേ വിഷ്വൽസ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു എഡിറ്ററിൻ്റെ സഹായം കിട്ടിയിട്ടുണ്ട്, പുറമേ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, നമുക്ക് വ്യക്തമായി മനസ്സിലാവും. അപ്പോൾ ഇതേപോലെ തന്നെ പുള്ളിക്കാരൻ ഇന്നസെൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ജീവൻ തിരിച്ചു കിട്ടും. പെൺകുട്ടി നിരപരാധിയാണെന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ നിങ്ങൾ തിരിച്ചെടുക്കും. പെൺകുട്ടി നിരപരാധിയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചെടുക്കുമോ? ഒന്നാമത്തെ കാര്യം, വ്യക്തമായ സോളിഡ് എവിഡൻസ് ആണ് ഉള്ളത്. അത് പുള്ളിക്കാരി തന്നെ ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ, ആ വീഡിയോ വെച്ചിട്ട് ആ വീഡിയോയിലുള്ള ഇൻസിഡൻറ്റ് വെച്ചിട്ടാണ് പുള്ളിക്കാരി ഈ ഒരു അലിഗേഷൻ പുറത്തു വിട്ടത്. ആ വീഡിയോയുടെ പുള്ളിക്കാരി എടുത്ത വീഡിയോയുടെ ഉള്ളടക്കം വെച്ചിട്ടാണ് പുള്ളിക്കാരി ഇപ്പോൾ ഈ വലിയൊരു അലിഗേഷൻ കൊണ്ടുവരുന്നത്. ആ വീഡിയോക്കകത്ത് ഒന്നുമില്ലെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. അപ്പോൾ
അങ്ങനെ സോൾഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ഉള്ള സമയത്ത്, ഇതേപോലെ ഒരു വീഡിയോ എവിഡൻസ് ഉള്ള സമയത്ത്, ആ വീഡിയോ കുറേ നാട്ടുകാരൊക്കെ കണ്ട, സാധാരണക്കാരെ വീട്ടമ്മമാരുൾപ്പെടെ കണ്ടതാ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീഡിയോ ഉള്ള സമയത്ത് ഇതേപോലെയുള്ള മണ്ടത്തരങ്ങൾ പറയാതിരിക്കാൻ ശ്രമിക്കുക. അതായത് ആ പെൺകുട്ടിയാണ് കുറ്റക്കാരി, അതിനി തെളിയിക്കാൻ ഇപ്പം 14 ദിവസം റിമാൻഡ്, വെറുതെ ഒരാളെ റിമാൻഡ് ചെയ്യത്തില്ലല്ലോ. ചുമ്മാ ഒരു സംശയത്തിൻ്റെ പുറത്ത് ആരും ഒരു 14 ദിവസം റിമാൻഡ് ചെയ്തില്ല. പോലീസുകാർ അതിനുള്ള എഫ്ഐആർ ഫയൽ ചെയ്ത സമയത്ത് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് ഒക്കെ നോക്കിയിട്ടാണ് ഈ ഇതേപോലത്തെ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതായത് വ്യക്തമായ എവിഡൻസ്, പുള്ളിക്കാരി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കള്ളമാണെന്ന് പോലീസുകാർക്ക് ബോധ്യപ്പെട്ടു. റിമാൻഡ് റിപ്പോർട്ടിലും അത് ഉണ്ടായതുകൊണ്ടാണ് പുള്ളിക്കാരി ഇപ്പോൾ റിമാൻഡിൽ പോയിരിക്കുന്നത്. സാമാന്യ ബോധമുള്ള ഏതൊരു സ്ത്രീക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ കുട്ടി ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം വീഡിയോ ചെയ്തതാണെന്ന്. ഞങ്ങൾ സാധാരണക്കാരാണ്, സമൂഹവുമായിട്ട് ഇടപെട്ട് ജീവിക്കുന്നവരുമാണ്. അപ്പൊ ആവർത്തിച്ച് ഞങ്ങൾ ആ വീഡിയോ കണ്ടു. സാധാരണക്കാർക്ക്, അതായത് ഇതേപോലെ സാധാരണ വീട്ടമ്മ, ഇതിപ്പോൾ പറയുന്ന ഒരു സ്ത്രീയാണ്. ആ ചേച്ചി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സാധാരണക്കാരായിട്ടുള്ള സ്ത്രീ. അതായത് ഈ ചേച്ചി ഒരു വീട്ടമ്മയാണ്. പുള്ളിക്കാരി കണ്ട വിഷ്വൽസ് പ്രകാരം പുള്ളിക്കാരിക്കൊന്നും കുഴപ്പം തോന്നിയില്ല. ഇതേപോലെ അവിടെ ഇഷ്ടം പോലെ വീട്ടമ്മമാരുണ്ടായിരുന്നു. ഇവരൊക്കെ ദീപക്കിനെ സപ്പോർട്ട് ചെയ്ത്, കുറേ പേര് ദീപക്കിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. അതായത് ചിലവർക്ക്, അതായത് ഇതേപോലെ എനിക്കറിയാൻ പാടില്ല എന്ത്, ഇപ്പം നിങ്ങൾ സ്ത്രീനെ സപ്പോർട്ട് ചെയ്തോ, ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും സപ്പോർട്ട്, നിങ്ങളുടെ അഭിപ്രായം എന്ത് വേണമെങ്കിലും തുറന്ന് പറയാം. അത് പക്ഷേ ഒരു ന്യായമായിട്ടുള്ള കാര്യമായിരിക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി അറിയാം ഇയാളൊരു കുറ്റക്കാരനാണെന്ന് അറിയാം, എന്നിട്ടും അയാളെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അത് പിന്നെ നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല. ഒരു അമ്മയെ തല്ലിക്കഴിഞ്ഞ് 2 പക്ഷമുള്ള കൂട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല. അത് അവരുടെ അഭിപ്രായം, നമുക്ക് അവരുടെ അഭിപ്രായ സൗന്ദര്യത്തിൽ നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റും. പക്ഷെ നമ്മുടെ അഭിപ്രായം നമുക്കും പറയാം. അത്ര എനിക്ക് പറയാനുള്ളൂ. ഒന്നാമത്തെ കാര്യം, അക്യൂസ്ഡ് ആയിട്ടുള്ള സ്ത്രീയുടെ പേര് പറയാതിരിക്കുക. അത് ശരി, അക്യൂസ്ഡ് ആയ സ്ത്രീയുടെ പേര് പറയാതിരിക്കുക. ഇതിപ്പോൾ നേരെ തിരിച്ചായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ പുള്ളിക്കാരൻ്റെ ഇപ്പോൾ മറ്റേ ഇതിപ്പോൾ ഒരു പെൺകുച്ചായതുകൊണ്ടാണ് മറ്റേ ഫോട്ടോസൊക്കെ ബ്ലർ ചെയ്ത് മിക്ക മീഡിയസിൽ ആദ്യം അക്യൂസ്ഡ് ആണെന്ന് അറിയുന്നതിന് മുന്നേ ഫോട്ടോസൊക്കെ ബ്ലർ ചെയ്തിട്ടായിരുന്നു ഇത്. പിന്നെ ലുക്കൗട്ട് നോട്ടീസ് ഇറങ്ങിയപ്പോഴാണ് ഒറിജിനൽ ഫോട്ടോസ് കാണിച്ചു തുടങ്ങിയത്. അപ്പോൾ പെൺകൊച്ചായതുകൊണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് കൊള്ളാം. അക്യൂസ്ഡ്, അതായത് രാഹുൽ ഈശ്വർ പറഞ്ഞൊരു പോയിന്റ്. ഇത് രാഹുൽ ഈശ്വർ ഈ ഇന്റർവ്യൂ ഫുൾ രാഹുൽ ഈശ്വറിനത് കാണണം. അടിപൊളിയായിട്ട് രാഹുൽ ഈശ്വർ മറുപടി കൊടുക്കുന്നുണ്ട്. അത് അക്യൂസ്ഡ് അല്ലേ? പിന്നെ പോലീസുകാർ എന്താ പിന്നെ ഇവിടെ വെറുതെ ഇരിക്കുന്നോ? പോലീസുകാർ മറ്റേ ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് മറ്റേ റിമാൻഡ് റിപ്പോർട്ടും തയ്യാറാക്കി കൊടുത്തിട്ട് പോലീസുകാർ CCTV വിഷ്വൽസ് നോക്കി, ഈ പുള്ളിക്കാരി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നോക്കി, ഈ പുള്ളിക്കാരുടെ പരാതി പരിശോധിച്ച് നോക്കി. ഇതൊക്കെ എപ്പോഴാണ് ചെയ്ത്, എന്തുകൊണ്ടാണ് ചെയ്ത്, എഡിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് ഫുൾ അടിസ്ഥാനപരമായിട്ട് നോക്കിയിട്ടാണ് ഈ പോലീസുകാർ ഒരു പെങ്കൊച്ചിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഒരു ആണിനെ അറസ്റ്റ് ചെയ്യുന്ന പോലെയല്ല ഒരു പെങ്കൊച്ചിനെ അറസ്റ്റ് ചെയ്യുന്നത്. പെങ്കൊച്ചിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരു ലേഡീനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ പോലീസുകാർ ഒരു ആണിനെ ആണെങ്കിൽ ചുമ്മാ ഇവർക്ക് അറസ്റ്റ് ചെയ്താൽ കയറ്റാം. പക്ഷെ പെണ്ണിനെ അങ്ങനെ, ഒരു പെങ്കൊച്ചിനെ അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ വളരെ പോലീസുകാരുടെ സൈഡിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് മതി പോലീസിന് അനാസ്ഥ എന്ന് പറഞ്ഞാൽ അത് എടുത്തുകൊണ്ട് വരാൻ. അപ്പോൾ പോലീസുകാർ ഇതിൽ വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ആയിട്ടാണ് പുള്ളിക്കാരി റിമാൻഡ് ചെയ്തത്. അപ്പോൾ ചുമ്മാ നമ്മൾ വെറുതെ നമുക്കൊരു ഡിബേറ്റിൽ പോയി പങ്കെടുത്തു, നമുക്ക് ചുമ്മാ വായി തോന്നുന്നൊക്കെ പറയുന്നതിൽ അല്ല അർത്ഥം. അത് നമുക്ക് എന്തെങ്കിലും ഒരു മനസ്സിലാക്കണം, നമുക്കൊരു മനസാക്ഷി വേണ്ടേ? കറക്റ്റ് എന്ന് പറഞ്ഞ കയ്യും അടിക്കുന്നുണ്ട്. എന്തോന്നടേ ഇത്? ഈ കേസ് അതിജീവിത, അതായത് ഇവരുടെ വിചാരം പുള്ളിക്കാരി തെറ്റൊന്നും ചെയ്തിട്ടില്ല, മറ്റേ പുള്ളിക്കാരനാണ് തെറ്റ് ചെയ്തത് എന്നാണ് ഇവരുടെ വിചാരം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും കേരളത്തിലുള്ള ഒരു 95% ആൾക്കാർക്കറിയാം ആരാണ്, എന്താ സംഭവിച്ചത്. ആ വീഡിയോ കണ്ടിട്ട് കേരളത്തിലെ 95% ആൾക്കാർക്കറിയാം എന്താ സംഭവിച്ചത് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഈ 5%, ഇവരുടെ പോലെ ഒരു 5% ആൾക്കാർക്ക് വേറൊരു ഇതുണ്ടാവും. അത് പെർസ്പെക്റ്റീവ് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പോൾ ഇനി ഇവർക്കും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതേപോലെ എതിർത്ത് പറയുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ തന്നെ വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഇവർ ദീപക്കിനെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇവർ ആ ഇൻ്റർവ്യൂവിൽ പോലും വരത്തില്ലായിരുന്നു. ഇപ്പോൾ ഓപ്പോസിറ്റായിട്ട് പറയുന്നതുകൊണ്ടാണ് ഈ ഇൻ്റർവ്യൂവിലെങ്കിലും വന്നത്. അത് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇതേപോലത്തെ അപ്ഡേറ്റ്സ് ആണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.